സ്ത്രീകൾ ഉപയോഗിക്കുന്ന നാപ്കിനുകളും മറ്റു ഡയപ്പറുകളുമൊക്കെ സാധാരണഗതിയിൽ എന്താണ് ചെയ്യാറുള്ളത്? ഒന്നെങ്കിൽ സ്വന്തം നിലയ്ക്ക് അത് സംസ്കരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത മാർഗങ്ങൾ കാണുകയും ചെയ്യും. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലാണ്. ഇവിടുത്തെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ശുചിമുറിയിലെ ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കാം. അതായത് സിവിൽ സ്റ്റേഷനിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വന്ന് ഉപയോഗിക്കുന്ന ശുചിമുറികളിൽപ്പെട്ട ഒരു ശുചിമുറി മാത്രമാണിത്. ഇവിടെ ഇവരുപയോഗിക്കുന്ന നാപ്കിനുകളുടെ ഒരു കൂട്ടം തന്നെ കാണാം. അതായത് ഇവ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ശുചിമുറികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ഇത് തള്ളുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവർക്ക് സർക്കാർ ചെലവിൽ തന്നെ ഒരു മെഷീൻ ഇവിടെ വാങ്ങി വെച്ചിരുന്നു. അത് കൃത്യമായി ഉപയോഗിക്കാത്തത് കാരണം, അതല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചത് കാരണം മെഷീൻ കേടാവുകയും ചെയ്തു. ഏറ്റവും താഴത്തെ നിലയിലെ ശുചിമുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇൻസുലേറ്റർ മെഷീനാണിത്. ഈ മെഷീൻ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഇതിൻ്റെ ഈ ഭാഗങ്ങളിൽ കരിയൊക്കെ വന്ന് ഇത് പ്രവർത്തനരഹിതമായതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇത് കേടുവന്നതോടുകൂടി ഈ വരുന്ന നാപ്കിനുകളും ഡയപ്പറുകളും ഒക്കെ ഇവിടെ ഡംപ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ശുചിമുറികളിലേക്ക് എത്തുന്ന എല്ലാവർക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പിന്നാലെ മറ്റൊരു മെഷീൻ കൂടെ സ്ഥാപിച്ചു. അത് സിവിൽ സ്റ്റേഷൻ ബ്ലോക്കിലെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് സ്ഥാപിച്ചത്. ആ രീതിയിൽ ഉദ്യോഗസ്ഥർക്ക്, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ അതൊരു പ്രയാസകരമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോൾ പോലും ഈ മെഷീനുകൾ കൃത്യമായി ഉപയോഗിക്കാതെ വരുന്ന മറ്റുള്ളവർക്ക്, അതല്ലെങ്കിൽ ഇവിടെ കൃത്യമായി ക്ലീൻ ചെയ്യുന്ന, ഇത് വൃത്തിയാക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഈ നാപ്കിനുകളും ഡയപ്പറുകളും ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വെച്ച് ഉപയോഗിക്കുന്നത് മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇവർ കൊണ്ടുവരുന്ന, വീട്ടിൽ നിന്ന് ഉപയോഗിച്ച് പഴകിയ നാപ്കിനുകളടക്കം കടലാസിൽ പൊതിഞ്ഞ് സിവിൽ സ്റ്റേഷനിലെ ശുചിമുറികളിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്നു എന്ന പരാതി കൂടെ ഇവിടെ വൃത്തിയാക്കുന്നവർ ഇതിനോടകം ഉന്നയിക്കുന്നുണ്ട്. അതാണ് അധികാരികളിലേക്ക് എത്തിക്കുന്നത്. ഈ തരത്തിൽ ഉന്നത തലത്തിലടക്കം ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ പണി എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നമ്മുടെയൊക്കെ സ്വന്തം വീടുകളിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? നമ്മളൊക്കെ ചെയ്യുമോ? സർക്കാർ ഓഫീസുകളൊക്കെ ഒരുപാട് മനുഷ്യർ സ്ഥിരമായി ഇടപഴകുന്ന സ്ഥലമാണ്. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ നിന്നും ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്.